കനകമ്മായി വയലൂരം വീട്ടിലെത്തുന്നു. കുട്ടിമണിയെ ശിവയ്ക്കൊപ്പം വിടണമെന്ന മനസ്സിന്റെ ആവശ്യം സുഭദ്രയ്ക്കും കാവടിക്കും വിഷമമുണ്ടാക്കുന്നു. എനിക്ക് എന്റെ പെങ്കൊച്ചിനെ കാണാതെ ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ശാരദ. മനസ്സിന് ജാമ്യം കിട്ടാൻ കുട്ടിമണി അച്ഛയോട് പ്രാർത്ഥിക്കുന്നു. അറിയാവോ, മനുഷ്യനില്ലെങ്കിലേ കൂട്ടുപണിച്ച് ഭയങ്കര സങ്കടമാ. സുർലി എന്റെ സ്ഥലമാണ്. മനസ്സിനെ പിച്ചള തന്റെ ഗ്രാമമായ സുർലിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. ഈ പിച്ചളയുടെ സ്വന്തം സ്ഥലമാ. കനകമ്മായി കൊടുത്ത മരുന്ന് കഴിച്ചിട്ട് കുട്ടിമണി ബോധം കെട്ട് വീഴുന്നു. കാവടി കനകമ്മായിയെ ശകാരിക്കുന്നു. കാവടി സുഭദ്രയുമൊത്ത് തീർത്ഥയാത്രയ്ക്ക് പോകുന്നു. അപ്പച്ചമ്മ പോയിട്ട് വേഗം വരാം കേട്ടോ. കാവടിയുടെ യാത്രയിൽ മതികലയ്ക്ക് നിങ്ങളുടെ ചേട്ടന്റെ നിർദ്ദേശപ്രകാരമാ അവര് പോയത്. ഉറപ്പ്. അയാള് തന്നെയാ അവരെ വണ്ടിക്കൂലിയും വഴിച്ചെലവും നടത്തി വിട്ടിട്ടുള്ളത്. നിങ്ങളുടെ കാവടിക്കളവൻ അറിയാലോ ലോകത്തിൽ എത്ര അമ്പലങ്ങളുണ്ടെന്നും ആഭിചാര കേന്ദ്രങ്ങളുണ്ടെന്നും. അമ്പലത്തിൽ ചെന്ന് നേർച്ചയും വഴിപാടും, വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും. ആഭിചാര കേന്ദ്രങ്ങളിൽ ചെന്ന് നമുക്കെതിരെ ക്ഷുദ്രവും. ദൂരെ ഇരുന്ന് ചെയ്താൽ ക്ഷുദ്ര ഏക്കോ പൊന്നെ? പിന്നെ നിങ്ങൾക്കുള്ള ക്ഷുദ്രം നിങ്ങളുടെ മടിയിലിരുന്ന് ചെയ്യാൻ പറ്റൂ. ചുമ്മാ ഭസ്മം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഊതിയാ മതി, കൂടോത്രം പണി തുടങ്ങും. ഹൈഹോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മറുക്രിയകൾ ചെയ്തു തുടങ്ങണം നമ്മള്. എന്നുവെച്ചാൽ രവിയേട്ടൻ കൊറേ പൂജകളും കൂടി ചെയ്യേണ്ടി വരുമെന്ന്. ചെയ്യൂ, അതോ അമ്മയെ പേടിച്ച് നിങ്ങൾ നാടുവിടൂ? എനിക്കാരെയും പേടിയില്ല, ഞാൻ ചെയ്യും. ആ, ആരുടെ മുമ്പിൽ തോൽക്കാതെ പിടിച്ചു നിക്കണമെങ്കിൽ അതേ ഉള്ളൂ മാർഗം. ചെയ്യാൻ പൊന്നെ. ആ പൊന്നെ, ഞാനിന്ന് പൊന്നിന് കാപ്പിയല്ല ഇട്ട് തരുന്നത്. ഇന്ന് ഒരു വെറൈറ്റി ഡിഷ് ആയാലോ? എന്നതാ? മീൻ അവിയൽ. എന്റെ പൊന്ന് രവിയേട്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് മതി. നിങ്ങൾ ഈ മീനവിയൽ ഉണ്ടാക്കാതെ അവിയല് പരുവത്തില് ഈ കുടുംബത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്. ചെല പോ, അകത്തോ. ശരി പൊന്നെ. ആ, ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാ പറയുന്നത്. പിന്നെ അറിയത്തില്ല, കോടതിയുടെ തോന്നലുകളല്ലേ. ജാമ്യം കിട്ടിയാൽ പറ്റിയാൽ അന്ന് തന്നെ അവനൊരു സൽക്കാരം പുറത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഇന്നോവ കാറല്ലേ അവൻ ഓടിച്ചത്. ആ, ഇനി കുറച്ചു കാലത്തേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വീൽ ചെയർ അവൻ ഓടിക്കട്ടെ. ആ, ഞാൻ കാത്തുനിന്ന രണ്ടുപേരെത്തി. ഞാൻ പിന്നെ വിളിക്കാം. ശരി. നിങ്ങളെന്താ പെണ്ണുമ്പിള്ളേ എന്നെ ആദ്യം കാണുന്ന പോലെ പമ്മി പടച്ച് നിൽക്കുന്നേ? അതല്ല മാഡം, നമ്മളിങ്ങനെ കാണുന്നത് ആരെങ്കിലും കണ്ടാ ഞാനെന്താ വല്ല ക്രിമിനലും ആണോ? അതല്ല മാഡം, ഞാൻ ഈ ചെറുക്കന്റെ കൂടെ. പിന്നെ നിങ്ങൾ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന മധുര 17-കാരിയാണല്ലോ. ഒരു പയ്യന്റെ കൂടെ ഓട്ടോയിൽ കയറിയ ഓടാൻ മുടങ്ങാൻ. എന്താ നിന്റെ പദ്ധതികള്? എല്ലാം പക്കയാ. നാളെ സിജന്റെ ജാമ്യം കോടതി തള്ളിയ ആ നിമിഷം ഞങ്ങൾ കുട്ടിമണിയുമായി പോകും. അവന് ജാമ്യം കിട്ടിയാൽ എന്തു ചെയ്യണമെന്ന് സഞ്ജയൻ തീരുമാനിക്കുന്നുണ്ട്. കൊല്ലുവോ മാഡം? അല്ല, എന്റെ അഭിപ്രായത്തിൽ കൊല്ലുന്നത് തന്നെയാ നല്ലത്. കയ്യോ കാലോ നടുവോ ഒടിഞ്ഞു കിടന്നാ ഞാൻ തന്നെ നോക്കണ്ടേ അവനെ? ഓ, അവന്റെ പെങ്ങളെ നോക്കിയതിന്റെ ക്ഷീണം തീർന്നു വരുന്നതേ ഉള്ളൂ. മതി. അല്ല മാഡം, വിളിപ്പിച്ചെന്തിനാ? പറയാം. നിങ്ങൾ ഇന്ന് തന്നെ ജയിലിൽ ചെന്ന് മനസ്സുജനെ കാണണം. എന്തിനാ അത്? ഉമ്മ കൊടുക്കാൻ. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാ മതി പെണ്ണുപിള്ളെ. ഇങ്ങോട്ട് വലിയ ചോദ്യമൊന്നും വേണ്ട. ശിവ, മനസ്സുജനെ ജയിലിൽ പോയി കണ്ടിട്ട് കുട്ടിമണിയെ കൊണ്ടുപോകുന്നുള്ള കാര്യം ഒന്നുകൂടി ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊല്ലും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാന്നും പറയണം. പറഞ്ഞവനെ വരട്ടണം. അഴികൾക്ക് പിന്നിൽ നിന്ന് അവൻ നീറിപ്പൊകയണം. നന്ദിയില്ലാത്ത പട്ടി. പോവാം. എവിടേക്കാണെന്ന് പറയും. അത്
തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഉൾനാടൻ ഗ്രാമത്തിന്റെ പേര് പറയണം. ആ സൈക്കിൾ അണ്ണാച്ചിയെ കൂട്ടുപിടിച്ചാ മതി. തമിഴ്നാട്ടില് അവൻ അറിയാത്ത ഊരുകളും ഗ്രാമങ്ങളും ഇല്ല. ഉവ്വ്. നിനക്കും എന്റെ ആളുകളിൽ നിന്ന് ഭയങ്കര ഭീഷണിയാണെന്ന് പറയണം. പറയാം. അപ്പൊ പിന്നെ നീ നാളെ ചോര പുരണ്ട ഒരു തലയെക്കെട്ടുമായി ചെന്ന് മനസ്സിജന്റെ മുമ്പിൽ നിന്ന് കൂട്ടുകാരാ എന്ന് പറഞ്ഞൊന്ന് കരഞ്ഞാ മതി. കുട്ടുവിനെ മതികളയുടെ ആൾക്കാര് കൊണ്ടുപോയടാ എന്നും പറയണം. അങ്ങനെ തന്നെ ചെയ്യാം. ഈ ലോകത്ത് അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്റെ കണ്ണുനീരാ. ആ എങ്കി പിന്നെ വിട്ടോ. ഓക്കെ മാഡം. അണ്ണാച്ചിയെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യം മറക്കണ്ട. ഓക്കെ, ശരി മാഡം. ആ ഒരു കാര്യം ചെയ്യ്, എന്റെ വണ്ടിയിൽ കയറിക്കോ. സബ് ജയിലിന്റെ മുന്നിൽ ഞാൻ വിടാം. താങ്ക്സ് മതി. മാഡം. മാഡം, പാട്ട് കപ്പ കണ്ട ഇലിയെ പോലെ വായും പൊളിച്ച് നിൽക്കാതെ വന്ന് കയറി നിങ്ങള്. കുട്ടിമണിയെ എവിടേക്ക് മാറ്റാനാ ശിവ നിന്റെ പദ്ധതി? അത് തികച്ചും സുരക്ഷിതമായ ഒരിടത്തേക്ക്. അതെവിടേക്കാണെന്നാ? നമ്മുടെ വീട്ടിലേക്കാണോ? ആദ്യം ഞാൻ അവിടെ മതിയെന്നാ ഓർത്തത്. പിന്നെ ആലോചിച്ചപ്പോ തോന്നി അവിടെ അത്ര സേഫ് അല്ലാന്ന്. അത് ശരിയാ. സിജന്റെ വീട് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയുമല്ലോ. ആ പിന്നെ പിന്നെ എവിടേക്കാ? നല്ലൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാ. വൈഗ ഡാമിനടുത്ത്. അതൊരു ആൾ താമസമില്ലാത്ത ഏരിയ അല്ലേടാ. കുട്ടിമണി അവിടെ ഒറ്റയ്ക്ക്. മോനെ ഒറ്റയ്ക്കാണോ? ഞാനില്ലേ അവിടെ? ചില സമയത്ത് ഒരുപാട് ചുറ്റുമുള്ളതിലും നല്ലത് ഒറ്റയ്ക്ക് തന്നെയാ സിജ. അതറിയാവുന്നവരല്ലേ നമ്മള്. ഇങ്ങോട്ട് വന്നപ്പോ കനകമ്മായി ചില കാര്യങ്ങൾ പറഞ്ഞു. വയലോരം വീട്ടിലെ വിശേഷങ്ങളാ. കേട്ടാ സഹിക്കത്തില്ലടാ. എന്നാടാ? അതൊന്നും സിജിനോട് പറയണ്ടാന്നേ, വെറുതെ ചെറുക്കന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ. എന്നതാടാ ശിവ, നീ കാര്യം പറയും. അല്ലടാ, നീ വലിയ കാര്യമായിട്ട് മനസ്സിൽ വെക്കൊന്നും വേണ്ട. എന്തായാലും ഒന്നുകിൽ അടുത്ത ദിവസം നീ ജാമ്യം കിട്ടി ഇറങ്ങും, അല്ലെങ്കിൽ കുട്ടിമണിയെ ഞങ്ങൾ കൊണ്ടുപോകും. എടാ നീ കാര്യം പറയും. അല്ലടാ, നീ കരുതുന്നത് പോലെ വലിയ കെയറൊന്നും കുട്ടിമണിക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. കുട്ടിമണിക്കൊരു ബിരിയാണി വേണമെങ്കിലോ 1 കിലോ ആപ്പിൾ വേണമെങ്കിലോ അവിടെ കെഞ്ചേണ്ട അവസ്ഥയാ. പാവം അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയുടെ കയ്യിലെന്താ കാശുണ്ടോ വാങ്ങിച്ചു കൊടുക്കാൻ? അല്ല, അവിടെ ബാലേട്ടനില്ലേ? ബാലേട്ടൻ പാവാ, പക്ഷേ ആ വക്കീല് ഭാര്യയെ നമ്മള് കാണുന്നത്ര പാവൊന്നും അല്ല മോനെ. പുറമേ ഉള്ള വെളുപ്പേ ഉള്ളൂ, അകത്ത് വിഷവാ. കുട്ടിമണി കൊച്ചെന്തെങ്കിലും പറഞ്ഞ അത് രവി ചെയ്തു കൊടുക്കണോ ബാലൻ ചെയ്തു കൊടുക്കണോ എന്ന മത്സരവാ അവിടെ. പിന്നെ വേറൊരു വിശേഷം കൂടെ ഉണ്ട്. മറ്റേ കാവടി വലിയപ്പനും ഭാര്യയും പോയോ? എവിടെ? അവരെ ഇടയ്ക്ക് പാമ്പ് കടിച്ചില്ലായിരുന്നോ? അന്ന് നേർന്ന എന്തോ നേർച്ചകൾ ഉണ്ടെന്ന് അമ്പലങ്ങളിൽ പോയതാ. അവരും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് പാവം കുട്ടിമണിയെ വയലോരം വീട്ടിൽ നിർത്തണ്ട സിജ. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എന്തുമാത്രം നോക്കാനാവും? എനിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ കുട്ടിമണിയെ നിങ്ങൾ കൊണ്ടുപോക്കോ? എന്റെ കൂടപ്പിറപ്പാടാ കുട്ടിമണി. നിന്റെ കുട്ടിമണിയും കുഞ്ഞിനെയും നീ വരുന്നവരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാടാ. ഓ നാളെ അവന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമല്ലേ? അതെ. ജാമ്യം കിട്ടുമോ മോളെ? ഇല്ലെന്നാണമ്മ എല്ലാരും പറയുന്നത്. ഞാൻ രാവിലെ അങ്കിളുമായിട്ട് സംസാരിച്ചായിരുന്നു. പോലീസ് കൊടുത്തിരിക്കുന്ന കുറ്റപത്രം വെരി സ്ട്രോങ് ആണെന്നാ അങ്കിള് പറഞ്ഞത്. ജാമ്യം കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലെന്ന്.
എങ്ങാനും അവന് ജാമ്യം കിട്ടിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഭാര്യയും ഭർത്താവും പുറത്ത്, ഞാനിവിടെ വീൽ ചെയറിന് പുറത്ത്. അങ്ങനെ അവന് ജാമ്യം കിട്ടിയാൽ നല്ലൊരു സൽക്കാരം പുറത്തൊരുക്കി വെച്ചിട്ടുണ്ട്. അവന് മാത്രമല്ല, അവന്റെ ആ പൊട്ടിക്കും. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ ആയില്ലേ? നീ ആദ്യം കൊള്ളാവുന്ന ആരെങ്കിലും കൂടെ നിർത്ത. സഞ്ജു ശിവൻ ശ്രമിക്കാഞ്ഞിട്ടല്ലമ്മേ. കാര്യം ഞാൻ ചീത്ത പറഞ്ഞാലും അവര് ജീവൻ കളഞ്ഞ് എന്നോടൊപ്പം നിൽപ്പുണ്ട്. നാളെ മനസ്സജൻ പുറത്തിറങ്ങിയ ശിവയ്ക്കും സഞ്ജുവിനുമാ ഓപ്പറേഷന്റെ ചുമതല. അവൻ വീൽ ചെയറിലിരിക്കുന്നത് ഞാൻ അമ്മയെ കൊണ്ട് കാണിക്കും. വീൽ ചെയറിലിരുന്നു കൊണ്ട് അവൻ അവന്റെ പൊട്ടിയെ ഓർത്ത് കരയും. വീൽ ചെയറിലിരുന്ന് ആ പൊട്ടിക്ക് അവൻ വായ്ക്കരി ഇടുന്നതാണ് എനിക്ക് കാണേണ്ടത്. കഥയിലെ അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റ് അവിടെയാണ്. മനസ്സജനെ വീഴ്ത്തി കുട്ടിമണിയെ കൊണ്ട് നാടുവിടാമെന്ന ശിവയുടെ കണക്കുകൂട്ടൽ. അതിനുവേണ്ടിയാണ് അമ്പലത്തിൽ തൊഴാനെന്നും പറഞ്ഞ് കോട്ടപ്പാറയിലേക്ക് അവരെ വിളിച്ചു വരുത്തുന്നത്. അവിടെ വെച്ച് തമിഴ്നാട് ടീമിന്റെ വക കൊട്ടേഷൻ. മനസ്സജനെ മൃതപ്രാണനാക്കിയിട്ട് അല്ലെങ്കിൽ തീർത്തിട്ട് കുട്ടിമണിയെ കൊണ്ട് ശിവ പോവും. ഇതാണ് ശിവയ്ക്കും സഞ്ജുവിനും അറിയാവുന്നുള്ള തിരക്കഥ. പക്ഷെ ഇവരറിയാതെ മറ്റൊരു കൊട്ടേഷൻ കൂടെ അവിടെ നടക്കും. സഞ്ജുവിനോട് പോലും ഞാനിത് പറയാതിരുന്നത് മനഃപൂർവ്വമാണ്. എന്താ മോളെ അവിടെ നടക്കാൻ പോകുന്നത്? അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണോ അത്. കുട്ടിമണിയുടെ മരണം. കുട്ടിമണിയുടെ മരണം മാത്രമല്ലമ്മേ, ശിവയുടെ അറസ്റ്റും. ശിവയുടെ അറസ്റ്റോ? അതെ, മനസ്സജിനെയും കുട്ടിമണിയെയും ഇല്ലാതാക്കിയതിന് ശിവ അകത്തുപോയി. കൂട്ടുകാരന്റെ ഭാര്യയെ തട്ടിയെടുക്കാൻ വേണ്ടി ശിവ നടത്തിയ അത്യന്തം നീചവും നിന്ദ്യവുമായ ഒരു ഗൂഢാലോചനയും ഒരു ഓപ്പറേഷനും. അങ്ങനെ പുറംലോകം ഈ കഥ അറിയും. ശിവപാണ്ഡ്യ പെരുമാളെന്ന ആരുമില്ലാത്ത ആ തെണ്ടിച്ചെക്കൻ ഇനിയുള്ള കാലം ജയിലിൽ കിടക്കട്ടെ. അവൻ പുറത്തു നിന്നാലേ അത് അപകടം. നാളെ തിരിഞ്ഞു കൊത്തുന്ന ഒരു പാമ്പാകും അത്. നീ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കുമോ മോളെ കാര്യങ്ങള്? ആ ശിവ നിനക്കെതിരെ മൊഴി കൊടുത്താലോ? ഒരിക്കലും ഇല്ലമ്മേ. കാരണം മനസ്സജിന്റെ പെങ്ങളെ ശിവ കൊന്നതാണ് എന്നതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. അവൻ തന്നെ അത് ഏറ്റു പറയുന്നതിന്റെ വീഡിയോ ക്ലിപ്പ്. പെങ്ങളുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യം മനസ്സജൻ അറിയുമോ എന്നുള്ള ഭയമാണ് ശിവയെ കൊണ്ട് ഈ കടുങ്കൈ ചെയ്യിച്ചതെന്ന് നമ്മളങ്ങ് പറയും. അത് കൊള്ളാം. പിന്നെ അവൻ എന്തു പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കില്ല. ഓ, സമാധാനദൂതം വരുന്നുണ്ട്. രവിയെ വിളിച്ചപ്പോ പറഞ്ഞു നീ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. ഓ, നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്താ? നീ കമ്പനിയിൽ 5 ലക്ഷം രൂപ ഇന്നലെ വാങ്ങിച്ചോ? ആ വാങ്ങിച്ചു കാണും. വാങ്ങിച്ചു കാണുമെന്നോ? അതെന്താ, നിനക്ക് ഓർമ്മയില്ലേ? ഇത്രയും ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് ഓർമ്മിക്കാറില്ല. മതി, കുഞ്ഞു കളിക്കരുത്. മാനേജറെ ഭീഷണിപ്പെടുത്തിയാ നീ പൈസ അവിടെ നിന്ന് എടുത്തത്. അതെന്തിനാണെന്നാ ചോദിച്ചേ? ആ, എനിക്കങ്ങനെ പല പല ആവശ്യങ്ങൾ കാണും. ഈയിടെ ഒരു 10 ലക്ഷം നീ കൊണ്ട് കളഞ്ഞതേ ഉള്ളൂ. അതിന്റെ കൂടെ ഇപ്പൊ ഇത്. അമ്മ, അതിന് നിങ്ങൾ ഇതിന് മാത്രം പറയുന്ന എന്തിനാ? അവള് പൈസ എടുത്തിട്ടുണ്ടെങ്കിലേ അത് അവൾക്ക് അവകാശപ്പെട്ടതല്ലേ? ജലജെ, അവകാശത്തിന്റെ അധികാരത്തിന്റെ കാര്യമല്ല ഇവിടെ ആരും പറയുന്നത്. മതികളുടെ കമ്പനിയിൽ നിന്ന് അവൾ കാശെടുത്തതിന് ഇവിടെ ആരും ഒന്നും പറയുന്നുമില്ല. അത് അവൾക്ക് അവകാശപ്പെട്ടത് തന്നെയാ. പക്ഷേ എന്തായിരുന്നു 5 ലക്ഷം രൂപയുടെ പർപ്പസ്, ആവശ്യം? അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പല പല ആവശ്യങ്ങളുണ്ടെന്ന്. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. ഞാനൊരു ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ്.
എനിക്ക് എന്റേതായ പല പല രഹസ്യങ്ങളും കാര്യങ്ങളും കാണും. അതൊന്നും അങ്ങനെ എല്ലാവരോടും വെളിപ്പെടുത്താൻ പറ്റത്തില്ല. മോളെ, നീ നാശത്തിലേക്ക് പോകരുതെന്ന ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഓടിക്കതച്ച് ഇങ്ങോട്ട് വന്നത്. നിന്റെ കയ്യിൽ കാശുള്ളപ്പോൾ നിന്റെ ഒപ്പം നിൽക്കാനും നിന്നെ വാശി കയറ്റാനും പലരും ഉണ്ടാവും. പക്ഷേ അടിതെറ്റി നീ ഒന്ന് വീണു പോയാൽ കിട്ടുന്നതും എടുത്ത് എല്ലാരും 4 വെടിക്ക് ചിതറും. നിന്റെ അമ്മയുടെ ആങ്ങളയുടെ മോനെ കുറിച്ച് കൂടിയാ ഞാൻ ഈ പറയുന്നത്. ദേ, നിങ്ങൾ ചുമ്മാ സ്നേഹമായിട്ടിരിക്കുന്ന കൊച്ചുങ്ങൾക്കിടയില് കുത്തിത്തിരിപ്പുണ്ടാക്കരുത് കേട്ടോ. അമ്മേ, ഞാൻ പോവുക. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. നിൽക്ക്. നാളെ മനസ്സിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമെന്ന് എനിക്കറിയാം. അതിന്റെ തലേ ദിവസം 5 ലക്ഷം രൂപ നീ എടുക്കണമെങ്കിൽ നിന്റെ ഉദ്ദേശം നല്ലതല്ലെന്നും എനിക്കറിയാം. ഓ, അപ്പോ അത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അത് മതി, അത് മതി. ആരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാനാ ആ കാശ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോടി. എന്തായാലും നിങ്ങളെ അല്ല, നിങ്ങളെ കൊല്ലാൻ ഞാൻ കൊട്ടേഷനൊന്നും കൊടുക്കത്തില്ല. അതെന്റെ കൈകൊണ്ട് തന്നെ ഞാൻ ചെയ്യും. കഴിഞ്ഞ തവണത്തെ പോലെ വരരുത്. നമ്മുടെ ഭാഗം ഒന്നുകൂടി മുറുക്കെ പിടിക്കണം. വേണമെങ്കിൽ കുര്യൻ സാറിന്റെ ഒരു അഡ്വൈസ് കൂടി എടുക്ക്. ശരി, ഐ വിൽ കോൾ യു ബാക്ക്. ജാമ്യം കിട്ടുമെന്ന് തന്നെയാ ചന്ദ്രേട്ട പറയുന്നത്. അങ്ങനെ ഒരു തവണ കൂടി ജാമ്യം തള്ളേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജലജകുമാരി റിക്കവറായി വീട്ടിലും പോയില്ലേ? ജാമ്യം കിട്ടുവോ പുതമല്ലേച്ചി? ജാമ്യം കിട്ടുവോ മനുഷ്യന്? കിട്ടും എന്റെ കുട്ടിമണി, ഉറപ്പായിട്ടും കിട്ടുവോ? ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ എന്റെ മനുഷ്യനെ തത്തക്കുട്ടിന് വിടുവല്ലേ? മനുഷ്യൻ വരുമല്ലേ? ഓ, എടി കുഞ്ഞുമണി, നിന്റെ അച്ഛൻ വരുമെന്ന്. പരുത്തിക്കാവിലമ്മയ്ക്ക് ഞാനൊരു ചുറ്റുവിളക്ക് നേർന്നിട്ടുണ്ട്. മനസ്സിന് ജാമ്യം കിട്ടാനായി. ഒരു പായസം കൂടെ അങ്ങോട്ട് നേർന്നോ? അതെ, എനിച്ചാ. ജാമ്യക്കാരൊക്കെ റെഡിയാണല്ലോ അല്ലേ ചന്ദ്രേട്ട? എല്ലാം റെഡിയായിരുന്നു. ആരും കാലു മാറത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചുന്നുണ്ട്. ആണോ? നാത്തൂനും അണ്ണനും അവര് പോകുന്ന അമ്പലങ്ങളിലെല്ലാം സിജന് ജാമ്യം കിട്ടാൻ വേണ്ടി വഴിപാടുകൾ നേർന്നിട്ടുണ്ട്. പഴനിമുരുകന് പാൽക്കുടം നേർന്നിട്ടാ അണ്ണം പോയത്. സിജനെ കൊണ്ട് കാവടിയടിപ്പിക്കാവുന്നും നേർന്നിട്ടുണ്ട്. എന്നാലും ഓർക്കുമ്പോ നെഞ്ചിനകത്തൊരു കുലുക്കുവാ. ജാമ്യം കിട്ടിയില്ലെങ്കിൽ അയ്യോ, കിട്ടത്തില്ലേ? അപ്പൊ മനുഷ്യനെ തത്തക്കുട്ടിന്ന് വിടത്തില്ലേ? എന്റെ പൊന്നു കുട്ടിമണി, ജാമ്യം കിട്ടും. അമ്മ ഇങ്ങനെ വെറുതെ ആദ്യ കൊള്ളണ്ട. സിജന് ജാമ്യം കിട്ടുക തന്നെ ചെയ്യും. എടി കുഞ്ഞുമണി, നിന്റെ അച്ഛക്ക് ജാമ്യം കിട്ടുമെന്ന്. നിന്റെ അച്ഛക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന്. അമ്മയ്ക്കെന്താ ഇന്നൊരു സന്തോഷം? ഓ, നാളെ ജാമ്യം കിട്ടി മരുമകൻ വരുമെന്ന് ഓർത്തിട്ടാവും അല്ലേ? അയ്യോ മോളെ, അപ്പൊ എന്റെ അമ്മയെ ജീവച്ഛവം ആക്കിയവൻ ഇനി ജയിലിൽ കിടക്കണ്ട അല്ലേ? മോളെ, ഞാൻ എന്ത് ചെയ്യും മോളെ? എല്ലാവരും വേണ്ടപ്പെട്ടവരാ. ആർക്കു മുറിഞ്ഞാലും എനിക്ക് നോവും. അങ്ങനെ പറഞ്ഞ് എന്നെ അങ്ങ് ആശ്വസിപ്പിക്കാമെന്ന് കരുതല്ലേ അമ്മേ? മതികല ആശ്വസിക്കത്തുമില്ല. ഞാൻ ആശ്വസിക്കണമെങ്കിൽ അമ്മയുടെ മരുമകൻ മനസ്സുജനെന്ന് പറയുന്ന ആ നാശം പിടിച്ചവൻ ജയിലിൽ കിടന്ന് ഒടുങ്ങണം. അയ്യോ മോളെ, അങ്ങനൊന്നും പറയല്ലേ. അങ്ങനെ തന്നെ പറയൂ. നിങ്ങളെല്ലാം ഓരോരോ ഇടത്ത് മാറിയിരുന്ന് കോണർ മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ. മനസ്സുജന് ജാമ്യം കിട്ടുവോ കിട്ടത്തില്ലയോ? എന്തൊരാധി! ഇവിടെ ഇവിടെ എന്റെ മനസ്സ് കാണാൻ ആരുമില്ല. അങ്ങനെയല്ല എന്റെ പൊന്നുമോളെ, മോളുടെ സങ്കടം അറിയാഞ്ഞിട്ടല്ല. കുട്ടിമണി ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മകളുടെ മനസ്സ് വേദനിക്കാൻ പറ്റത്തില്ല അല്ലേ? അതാമ്മേ സ്വന്തം മക്കളും മരുമക്കളും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് വേണ്ടി ഇങ്ങനെ സങ്കടപ്പെടേണ്ട, എന്നെ ഓർത്ത് ആദ്യം കൊള്ളേണ്ട എന്റെ അമ്മയാ. അവിടെ ഒന്ന് ചലിക്കാൻ പോലും ആവാതെ. അയ്യോ മോളെ, എന്റെ പൊന്നുമോളെ സങ്കടപ്പെടരുത്.
അതമ്മയ്ക്ക് സഹിക്കത്തില്ല. ഒരു കാര്യം അമ്മ ഉറപ്പിച്ചോ, മനസ്സിജന് ജാമ്യം കിട്ടത്തില്ല. അതെന്താ മോളെ? അവന്റെ പശ്ചാത്തലം അതാ. ഈ കേസിൽ പിടിയിലായപ്പോ പോലീസ് അവന്റെ ഭൂതകാലം ചെകഞ്ഞു പോയി. അവിടുന്ന് കിട്ടിയതേ ചോര മണക്കുന്ന കുറെ കഥകളാ. എന്താ മോളെ? നല്ല ഒന്നാന്തരം ഒരു ക്രിമിനലാ അമ്മയുടെ ഈ പുന്നാര മരുമകൻ. അയ്യോ അയ്യോ പൊത്തൊന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നുകിൽ ആയുഷ്കാലം ജയിലിൽ, അല്ലെങ്കിൽ നാടു റോഡിൽ കിടന്ന് ആരുടെയെങ്കിലും പിച്ചാത്തിപ്പിടിയിൽ. അവിടെ തീരും അമ്മയുടെ മനസ്സിജൻ മരുമകൻ. മോളെ, അവന് ജാമ്യം കിട്ടുമെന്നേ അമ്മ സമാധാനിക്കണ്ട. അമ്മയുടെ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഒരു ദൈവവും ശ്രീകോവിൽ തുറക്കത്തില്ല. ഇനി ഈ കേസിൽ മനസ്സിജന് ജാമ്യം കിട്ടിയാൽ തന്നെ വേറെ കേസുകൾ വരി വരിയായി പുറകെ വരും. തൂക്കിയെടുത്ത് അവനെ കൊണ്ടുപോകും. മകളുടെ ഗർഭത്തിന് മരുമകൻ കാവലിരിക്കുമെന്ന് അമ്മ കരുതണ്ടെന്നർത്ഥം. മകളുടെ ജാതകം അറിയാവുന്ന ആരെങ്കിലും കൊണ്ടൊന്ന് നോക്കിക്ക്. അതില് വിധവാ യോഗം ഉണ്ടോന്ന് അറിയാൻ പറ്റും. അയ്യോ കലമോള് പറഞ്ഞത് കേട്ട് അമ്മ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. കലമോൾക്ക് മനസ്സിനോട് നല്ല ദേഷ്യമുണ്ടല്ലോ. ദേഷ്യം തോന്നുമ്പോ കുറ്റം പറയാൻ പറ്റൂ ബാല? മനസ്സിനെ ഒരുപാട് സഹായിച്ചതല്ലേ മാണിക്യമംഗലത്തുകാര്? കാറ് വരെ വാങ്ങിക്കൊടുത്തില്ലേ? എന്നിട്ടും എന്തോ നിസ്സാര കാര്യത്തിന് വേണ്ടി പിണങ്ങിയപ്പോ തലക്കടിക്കാന്നൊക്കെ പറഞ്ഞ 5 ലക്ഷം രൂപ എടുത്തോണ്ട് പോയി എന്നൊരു കേസ് വേറെയും. അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. സിജൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ചെയ്താലും ഇല്ലെങ്കിലും കേസ് അങ്ങനെയല്ലേ മക്കളെ? അതിനിടയ്ക്കിപ്പോ വേറെ കേസുകളൊക്കെ ഉണ്ടെന്ന് കലമോള് പറയുന്നു. അമ്മ അതൊന്നും ഓർത്ത് ആദ്യ കൊള്ളേണ്ട കാര്യമില്ല. മനസ്സിന്റെ ഭൂതകാലമൊന്നും നമുക്കറിയത്തില്ല. അതൊരു സത്യമാണ്. ഭൂതകാലം ചകഞ്ഞ് നമ്മൾ പോയിട്ടുണ്ട്. മനസ്സിജനൊരു കഥ പറഞ്ഞു. അത് വിശ്വസിച്ച് നമ്മൾ കല്യാണം നടത്തി കൊടുത്തു. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ ചന്ദ്രേട്ട കാര്യം? ഒരു കാര്യമില്ല എന്ന് വെച്ച് മനസ്സിജനൊരു ക്രിമിനൽ ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലെന്നാ. തൽക്കാലം ഈ കേസിലൊന്ന് ജാമ്യം കിട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് സിജനുമായി വിശദമായിട്ടൊന്ന് സംസാരിക്കാം. ഇനി സംസാരിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ നാവൊന്ന് പിഴച്ചാൽ, മനസ്സിജന് ഏതെങ്കിലും രീതിയിൽ അതൃപ്തിയോ പിണക്കോ തോന്നിയാൽ തുലാസിലാവുന്നത് കുട്ടിമണിയുടെ ജീവിതമാണ്. അതെ, മനസ്സിനെങ്ങനെ പിണങ്ങിപ്പോയ വയറ്റുകണ്ണിയായി എന്റെ കുഞ്ഞ്, എന്റെ ഭർത്തക്കവലമ്മേ. അമ്മ ഇങ്ങനെ ഒരുപാട് മുന്നോട്ട് ചിന്തിച്ച് ആദ്യമാവണ്ട. അതെ, കുട്ടിമണിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. മനസ്സിജന്റെ ഭൂതകാലമൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. മനസ്സിജന് കുട്ടിമണിയെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുട്ടിമണി ഉപേക്ഷിച്ചു പോവാനൊന്നും മനസ്സിജന് കഴിയത്തില്ല. മതികല അമ്മയോട് അങ്ങനെ സംസാരിച്ചത് ഒരു കണക്കിന് നന്നായി. മനസ്സിജനെതിരെ പ്രോസിക്യൂഷൻ എന്തോ ഒരു കെണി ഒരുക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ആളുകളോട് കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ പറയണം. അമ്മ വാ, വരൂ. പോടെന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേ പല്ലുവേദന തുടങ്ങി. എവിടായിരുന്നു വെച്ചേ? ആരാന്നോ എന്തോ. ഹലോ, ആരാ?
ആരാ? എന്റെ അമ്മായി, നിങ്ങൾ എന്തിനാ ഫോണിൽ കൂടെ കിടന്ന് നിലവിളിക്കുന്നേ? ഇത് ഞാനാ, ശിവ. അയ്യോ. ആ പറ ശിവ, ഞാൻ അങ്ങോട്ട് വിളിക്കണോന്ന് ഓർത്തതായിരുന്നു. അവിടുന്ന് ആരാ അമ്മായി നാളെ കോടതിയിലേക്ക് വരുന്നത്? ആ, ഇവിടുത്തെ വലിയ കൊച്ചിനും ഭാര്യയാന്നാ കേട്ടത്. ഓക്കെ, അവർ പോയാലുടൻ എന്നെ വിളിക്കണം. ഞാൻ കാറുമായി വരാം. ആ, ജാമ്യം കിട്ടിയോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടല്ലേ നീ വരൂ? അല്ല, പരിപാടിയിൽ ഞാനായിട്ട് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ വരും. കുട്ടിമണിയെ കൊണ്ടുപോകാം. അതാ ഞാൻ പറഞ്ഞത് നേരത്തെ വരുമെന്ന്. അല്ല ശിവ, നിങ്ങൾ എന്തിനാ അമ്മായി ഒരുപാട് ചൊറിയാൻ നിൽക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാ മതി. അല്ലടാ. ഫോൺ വെക്കാം അമ്മായി. ശോ, ശോ, പോയോ? ആരാ കനകമ്മായി? ശിവയായിരുന്നേ. നാളത്തെ കാര്യം പറയാൻ വിളിച്ചതാ. വലിയ ടെൻഷനിലായിരുന്നു പാവം. സിജനും ജാമ്യം കിട്ടുവോ അമ്മായിന്നും പറഞ്ഞു. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അവന്റെ സ്വരം കേട്ടിട്ട്. എന്തു പ്രശ്നം? അത് പിടികിട്ടിയില്ല. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ആ നിമിഷം കുട്ടിമണിയെ കൊണ്ടുപോണെന്ന് മനസ്സിൽ പിന്നെയും പറഞ്ഞെന്ന്. എന്റെ ദൈവമേ, ജാമ്യം കിട്ടിയാ മതിയായിരുന്നു. അല്ലെങ്കിൽ എന്റെ കുഞ്ഞെന്നെ വിട്ടു പോകത്തില്ലേ? ശാരദമായി അങ്ങനെ പേടിക്കണ്ട. കുട്ടിമണി വരുന്നത് എന്റെ കൂടെയല്ലേ. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എന്തെങ്കിലും കുഴപ്പം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും മനസ്സിൽ അങ്ങനെ പറഞ്ഞത്. അനുസരിക്കണം. അവൻ പറഞ്ഞതേ അനുസരിക്കാതിരുന്നിട്ടേ നാളെ അതൊരു പ്രശ്നം ആവണ്ട. പോരെങ്കി വലിയ വാശിക്കാരനവൻ. നീയൊക്കെ ഇത് എവിടെ പോയി കിടക്കോടാ? മണിക്കൂർ 3 മനുഷ്യന് റോഡിൽ വന്ന് നിന്നെയൊക്കെ കാത്തിയായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. ആ, പെട്ടെന്ന് വാ. ഡാ, നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച ജന്മം പോക്കാ. അതറിഞ്ഞിട്ട് പിന്നെയും പിന്നെയും നിന്നെയൊക്കെ നമ്പുന്ന എന്നെ വേണം പറയാൻ. അല്ല സഞ്ജയ, വരുന്ന വഴിക്ക് കാട്ടാനാ. ദേ, എന്നെ കൊണ്ട് വെറുതെ തിരുവറപ്പിക്കല കേട്ടോ. ഡാ, കളയാൻ സമയമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് തമിഴ്നാട് ടീം ഇവിടെ എത്തും. മൊത്തം 6 പേര് കാണും. 3 വ്യത്യസ്ത ഹോട്ടലുകളിലായിരിക്കണം അവർക്ക് റൂം എടുത്തു കൊടുക്കാൻ. അതെന്തിനാ സഞ്ജയ്? അതെനിക്കറിയില്ല. അതെല്ലാം മതിയുടെ ഐഡിയ. പിന്നെ നിനക്ക് വിശദമായി അറിയണമെങ്കിൽ ഞാൻ മതിയുടെ നമ്പർ തരാം. നീ അവളെ വിളിച്ചു ചോദിക്കും. അയ്യോ വേണ്ടായേ, എനിക്കൊന്നും അറിയണമെന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ അതുപോലെ ചെയ്യണം. അവന്മാരെ കോട്ടപ്പാറയും പരിസരവും കൊണ്ട് കാണിക്കണം. അവർക്ക് ലൊക്കേഷൻ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയാ. കാണിക്കാം. ഡാ, കോട്ടപ്പാറയിലെ ഒരു അമ്പലമുണ്ട്. അവിടെ വെച്ചായിരിക്കും മനസ്സിന് പണി കിട്ടുന്നേ. അവനെ അവിടെ ആരെത്തിക്കും സഞ്ജയ്? അവനെ മാത്രല്ലടാ, ആ കുട്ടിമണി അവിടെ എത്തിക്കും. ആ ശിവ പണി കഴിഞ്ഞാലുടൻ തമിഴ്നാട്ടിൽ തിരിച്ചു പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? മനസ്സിനെയും കുട്ടിമണിയും കൊണ്ടായിരിക്കും അവർ പോകുന്നത്. പോകുന്ന വഴിക്ക് മനസ്സിനെ ഏതെങ്കിലും കൊക്കയിലോ കൊലിയിലോ അവർ തള്ളും. കുട്ടിമണിയെ ശിവയും കൊണ്ടുപോകും. അങ്ങനെ മനസ്സുജൻ കുട്ടിമണി അധ്യായം അവിടെ അവസാനിക്കും. തീരുമെന്ന് പ്രതീക്ഷിക്കാം. തൽക്കാലം പോയി ഹോട്ടലുകൾ ബുക്ക് ചെയ്യും. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന സെക്യൂരിറ്റി സർവീസുകാർ എന്ന് പറഞ്ഞു വേണം റൂം ബുക്ക് ചെയ്യാൻ. അല്ല, അതും മതിയുടെ ബുദ്ധിയാ. കൂടുതൽ അറിയണമെങ്കിൽ
അയ്യോ വേണ്ട. ആ എന്നാ പൊക്കോ. ആ പോടാ. പോ. ആ മതി, ഞങ്ങള് പണി തുടങ്ങി. മോനെ, അമ്മ ടെൻഷൻ ആവണ്ട. മനസ്സിജന് നാളെ ജാമ്യം കിട്ടും. ഞാനും ഇന്ദുവും രാവിലെ തന്നെ കോടതിയിലേക്ക് പോകും. അത് ഞാൻ അറിഞ്ഞു. ഇന്ദുമോൾ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് നിന്നോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാ. എന്താ അമ്മേ? നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രമുള്ള സമയത്ത് നിനക്കൊരു ധൈര്യമായും ആശ്വാസമായും ഒക്കെ വന്ന പെണ്ണാ ഇന്ദു. ഇപ്പോഴും ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും നിനക്കൊരു ധൈര്യമാവുന്നതും അവളല്ലേ? അമ്മേ, എനിക്കിതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? നിനക്കെല്ലാം അറിയാം. നീ അറിയാതെയും കാണാതെയും പോകുന്ന ഒരു കാര്യമുണ്ട്. ഹിന്ദുവിന്റെ മനസ്സ്. ഒരു പെണ്ണല്ലേ മോനെ അവള്? നിന്റെ ഭാര്യയല്ലേ? കഴുത്തിൽ ഒരു പണമിട പൊന്ന് കെട്ടിക്കൊണ്ട് നടന്നാൽ ഒരു ഭാര്യയാവൂ? ഒരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും അവൾക്കുണ്ടാകണ്ടേ? അമ്മേ, ഒരമ്മയ്ക്ക് ഇതിൽ കൂടുതലൊന്നും തെളിച്ചു പറയാൻ പറ്റത്തില്ല. നിനക്കും ഇന്ദുവിനും ഒരു കുഞ്ഞു വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചപ്പോ സങ്കടം കലർന്ന ഒരു ചിരിയായിരുന്നു ഇന്ദുവിന്റെ മറുപടി. എന്താ മോളെ ഒന്നും പറയാത്തതെന്ന് ഞാൻ ചോദിച്ചപ്പോ, ഞാനും ചന്ദ്രേട്ടനും നല്ല സുഹൃത്തുക്കളാമേ എന്നായിരുന്നു മറുപടി. അതിന്ന് എനിക്കെല്ലാം മനസ്സിലായി. ഇന്ദുവിന്റെ മനസ്സിലെ സങ്കടത്തിന്റെ ആഴം ഉൾപ്പെടെ. അമ്മേ, എനിക്ക് ഇന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ്. അവളോട് ബഹുമാനമുണ്ട്. ഓരോ കാര്യത്തിലും അവളെടുക്കുന്ന നിലപാടുകളിലും തീരുമാനങ്ങളിലും. സ്നേഹമില്ല എന്നൊന്നും ഇന്ദു പറഞ്ഞില്ല. ഇപ്പോഴും നിന്റെ മനസ്സിൽ സീതയോട് ഒരുപാട് സ്നേഹമുണ്ട്. അത് ഇന്ദുവിനും അറിയാം. സീതയോടുള്ള നിന്റെ മനസ്സിലെ സ്നേഹം പൂർണ്ണമായും വറ്റിപ്പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അവളെ പൂർണ്ണമായും മറക്കത്തുമില്ല. അതും എനിക്കറിയാം. സീതയെ നീ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോ ഒപ്പം നടക്കുന്ന ഇന്ദുവിനെ നീ മറക്കരുത്. നിന്റെ ജീവിതത്തിന്റെ അരികിലല്ല ഇന്ദു വേണ്ടത്, ഒപ്പവാ. അമ്മേ, ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഞാൻ. ഇപ്പോഴും അമ്മയ്ക്കറിയാവല്ലോ, ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ പ്രശ്നങ്ങൾ തലയിൽ വന്ന് വീണുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയൂ ബാല? നേരത്തെ ഞാൻ കരുതിയിട്ടുണ്ട്, മരിക്കുമ്പോഴും എന്റെ മനസ്സിലെ തീരാവേദന കുട്ടിമണിയായിരിക്കുമെന്ന്. ഇപ്പൊ കുട്ടിമണി മാത്രമല്ല ബാല, നീയും എന്റെ മനസ്സിലെ തീരാവേദന തന്നെ. അമ്മേ, കുട്ടിമണി ഇപ്പോ ഒരു കുഞ്ഞിന്റെ അമ്മയാവും. നിന്റെയും രവിയുടെയും കുഞ്ഞുങ്ങളെ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? മക്കള് സന്തോഷത്തോടെ നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണാനാ എല്ലാ അച്ഛനമ്മമാരുടെയും ആഗ്രഹം. പണ്ട് അച്ചോട്ടും പറഞ്ഞിട്ടുണ്ട്, വഴിയരികിൽ തണൽമരം നടന്നവരുടെ മനസ്സായിരിക്കണം അച്ഛനമ്മമാർക്കെന്ന്. എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാ ബാല. മക്കളിൽ നിന്നും അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മക്കള് വളർന്നു വലുതായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ തണൽ പരത്തി നിൽക്കുന്നത് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം തരുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, അതാ
ഓരോ അച്ഛനമ്മമാരും മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അമ്മേ, പ്രായം ചെന്ന അച്ഛനും അമ്മയ്ക്കും ഓരോ മക്കൾക്കും നൽകാൻ കഴിയുന്ന സമ്മാനം എന്താണെന്നറിയോ? അവരെ ഓർത്ത് ആദ്യ കൊള്ളാതെ സമാധാനത്തോടെ മരിക്കാനുള്ള അവസരം. അമ്മേ, ഞാനായിട്ടൊരു സമാധാനക്കേടും. നീ എനിക്കൊരു സമാധാനക്കേടും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിയില്ല. എനിക്ക് നിന്നോട് പറയാൻ ഒന്നേ ഉള്ളൂ മോനെ, ഇന്ദുവിന്റെ കണ്ണീര് ഈ വീട്ടിൽ വീഴരുത്. ആ, ചന്ദ്രേട്ടൻ എവിടെയായിരുന്നു? ഞാൻ വരാന്തയിൽ അമ്മയായിട്ട് സംസാരിക്കുകയായിരുന്നു. അമ്മ ഇന്ദുവിനോട് എന്തെങ്കിലും ചോദിച്ചോ? ഞാൻ ചന്ദ്രേട്ടനെ കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ ഇന്ദുവിനോട് എന്തെങ്കിലും പറഞ്ഞോ എന്നാ ഞാൻ ചോദിച്ചത്. നമ്മുടെ ജീവിതത്തെപ്പറ്റി അമ്മയ്ക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ചോദിച്ചു. അമ്മ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ ചിലതൊക്കെ എനിക്ക് വിട്ടു പറയേണ്ടി വന്നു. അല്ലാതെ പരാതിയായോ പരിഭവമായോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ചന്ദ്രേട്ട. ഇന്ദുവിന്റെ വാക്കുകളിൽ പരാതിയും പരിഭവവും ഒന്നും അമ്മ കണ്ടില്ല. പക്ഷേ നിന്റെ വാക്കുകളിലെ സങ്കടം അമ്മ കണ്ടു. അത് തൊട്ടറിഞ്ഞു. അതാ എന്നോട് പറഞ്ഞത്. ഞാൻ സങ്കടപ്പെടാതിരിക്കാൻ ശ്രമിക്കാം ചന്ദ്രേട്ട. രാവിലെ കോടതി പോണ്ടേ? കിടക്കാൻ ചന്ദ്രേട്ട. ഗുഡ് നൈറ്റ്. ഇന്ദു, താഴെ കിടക്കണ്ട. സാരില്ല ചന്ദ്രേട്ട, എനിക്കിതിപ്പോ ശീലായി. ശീലങ്ങളൊക്കെ ഇന്നോട്ട് മാറ്റി തുടങ്ങും. അല്ലെങ്കിൽ ഞാനും കൂടെ വന്ന് താഴെ കിടക്കാം. എന്റെ ഭർത്താവ് താഴേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല. എന്നാ പിന്നെ ഭാര്യ ഭർത്താവിന്റെ ഒപ്പം പോരെ? അപ്പോ ഇന്ന് ബായി അങ്ങ് പോവില്ല. സീനില് നമ്മളൊറ്റയ്ക്കായി. ജാമ്യം കിട്ടിയാൽ ഈ കോടതി സീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാണ് ബായി. വക്കീലുമാരെന്തിനാ കറുത്ത കോട്ട് ഇടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർക്ക് കളർ ഉടുപ്പിട്ടൂടെ? പിന്നെ ഒരുമാതിരി കുറ്റവാളികളെ നോക്കുന്ന പോലെയാ ജഡ്ജി നമ്മളെ നോക്കുന്നത്. കുറ്റം ചെയ്തിട്ടല്ലേ നമ്മളെ കൂട്ടിനകത്ത് നിർത്തിയേക്കുന്നത്? ഇതൊക്കെ എന്തോന്ന് കുറ്റം ബായി. കുറ്റം ചെയ്ത വലിയ വലിയ ആൾക്കാരൊക്കെ വലിയ വലിയ ഭരണക്കാരും അധികാരികളുമായി ജീവിക്കുന്നു. പട്ടിണി മാറ്റാൻ മോഷ്ടിച്ച ഞാനൊക്കെ അകത്തു. നല്ല ഭരണാധികാരികളുള്ള നാട്ടില് കള്ളന്മാരുണ്ടാവത്തില്ല ബായി. മോഷ്ടിക്കുന്നവരും ശരീരം വിറ്റ് ജീവിക്കുന്നവരും ഒന്നും ഉണ്ടാവത്തില്ല. മാവേലി കേരളം ഭരിച്ചിരുന്നപ്പം ഇവിടെ ആരെങ്കിലും മോഷ്ടിച്ചോ? ഇല്ല. എന്താ ബായി കാര്യം? അന്ന് സീൻ ജോളിയായിരുന്നു ബായി. മാവേലി എല്ലാരും പൊന്നുപോലെ നോക്കുമായിരുന്നു. 100 രൂപ മോഷ്ടിച്ച മോഷണം, ലക്ഷങ്ങളാണെങ്കിൽ അഴിമതി, കോടികളാണെങ്കിൽ കുംഭകോണം. അഴിമതിക്കും കുംഭകോണത്തിനും അഴിയില്ല. അഴി പാവപ്പെട്ടവന് മാത്രം. പിച്ചളുടെ കേസിനി എന്നാ? വന്ന് കൊണ്ടുപോകുമ്പോ കോടതിയിലോട്ട് പോകും. വിട്ടവിടട്ടെ. ഇപ്പൊ ഓടി എങ്ങോട്ട് പോവാനാ? എന്നെ പോലീസ് ജീപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് ഒരു നല്ല ജ്വല്ലറി ഞാൻ കണ്ടായിരുന്നു. നല്ല ലൊക്കേഷനായി. അതിന്റെ മുമ്പില് ഒരു സിനിമാ നടീന്റെ വലിയ കട്ടൗട്ട്. നടി ചിരിച്ചോണ്ട് പറയുന്നു, യു ആർ ഓൾവേസ് വെൽക്കം. ഇറങ്ങിയാലോടെ ഞാൻ അവിടെ കേറും ബായി. ബായിക്ക് പേടിയുണ്ടല്ലേ ജാമ്യം കിട്ടുമല്ലേന്ന്? അത് ജാമ്യം കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുട്ടിമണി
അവളെ എന്ന് ശിവ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പുറത്തു വന്നാലേ കാണാൻ പറ്റൂ. ഞാൻ വീണ്ടും ചോദിക്കുക ബായി, ഈ ശിവ പക്കയാണല്ലോ അല്ലേ? അവസാനം സീന് കോൺട്രയാവത്തില്ലല്ലോ? ഏയ് ഇല്ല, ശിവയെ എനിക്ക് എന്നെക്കാൾ വിശ്വാസമാ ബായി. എങ്കിൽ പിന്നെ ബായ് എന്തിനാ സീന് ടെൻഷനാക്കണം? ധൈര്യമായിട്ട് കോടതിയിലോട്ട് പോകും. കോടതി സീൻ ജോളിയായിരിക്കും. ബായ് പ്രാർത്ഥിച്ചില്ലേ? ഞാൻ പ്രാർത്ഥിച്ചില്ലേ? പിന്നെ ബായിന്റെ കുട്ടുമണി പ്രാർത്ഥിച്ചില്ലേ? ആരുടെ പ്രാർത്ഥന ഫലിച്ചില്ലെങ്കിലും എൻ്റെ കുട്ടിമണിയുടെ പ്രാർത്ഥന ഫലിക്കും ബായി. മനസ്സിൽ കളങ്കത്തിൻ്റെ ഒരു പൊട്ടുപോലും ഇല്ലാത്തവളവള്. ബായ് ധൈര്യമായിട്ട് പോ ബായ്. ജാമ്യം കിട്ടിയിട്ട് ഞാനും ബായുടെ അടുത്തേക്ക് വരാം. പിന്നെ സീൻ സൂപ്പറാ ബായ്. ഹലോ ശിവയാ, പോകാൻ ഒരുങ്ങി നിൽക്കല്ലേ? ആ, ഞാൻ ഒരുങ്ങി നിൽക്കുവാ. ഒന്ന് വേഗം വാ. ഫോൺ വെച്ചോ, ഞാൻ ഉടനെ എത്തും. ഓ ഓ. ഉം. ഇവിടെ വന്ന് നിൽക്കായിരുന്നു. ഞാൻ അപ്പുറത്തൊക്കെ നോക്കിയായിരുന്നു. ഞാൻ കോടതി പോയവര് തിരിച്ചു വരുന്നതും കാത്ത് നിന്നതാ. എന്തായി എന്തോ, മനസ്സിനെ ജാമ്യം കിട്ടിക്കാണുമല്ലേ? പിന്നെ ഉറപ്പായും ജാമ്യം കിട്ടിക്കാണും. ബാലനും ഇന്ദുമോളും കൂടി സിജനെയും കൂട്ടി ഇപ്പൊ ഇങ്ങ് എത്തുമായിരിക്കും അല്ലേ? അതെ അതെ, ഞാനും അത് നോക്കി നിൽക്കുവാ. സിജനിങ് എത്തിയ കുട്ടിമണിക്ക് ഭയങ്കര സന്തോഷാവും. ആ അതെ അതെ. ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാതെ കേറി വാ. സിജനെയും കൂട്ടി അവരിപ്പൊ ഇങ്ങ് എത്തൂന്നേ. ചേച്ചി പോയിക്കോ. എന്റെ കൊച്ചു ഇഞ്ഞു വരാതെ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല. ആ ദേ അവരിഞ്ഞ് എത്തിയല്ലോ. ആകെ പ്രശ്നമായി. എന്താ മോനെ, എന്താ കാര്യം? മനസ്സിന് ജാമ്യം കിട്ടിയില്ല. എന്റെ ഈശ്വര, എത്രയും വേഗം കുട്ടിമണിയെ എന്റെ കൂടെ വിടണം. അവളുടെ കാര്യങ്ങളൊക്കെ കനകമായി നോക്കിക്കോളൂ. താമസിക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. പോലീസ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. അല്ല, ബാലനെ എന്തോനെയും മോൻ കണ്ടായിരുന്നോ? മനസ്സിന് ജാമ്യം കിട്ടിയില്ല. എന്റെ ഈശ്വര. അമ്മായി വേഗം റെഡിയായി വാ. നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടിമണിയും കൊണ്ട് ഇവിടെ നിന്ന് പോണം. ശരി മോനെ. കുട്ടിമണിയും കുട്ടി പോവാനോ? അതിന്റെ ആവശ്യമുണ്ടോ മോനെ? വെയിറ്റ് ചെയ്യാൻ സമയമില്ലമ്മേ. ശത്രുക്കള് പുറപ്പെട്ടു കഴിഞ്ഞു. സിജന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ കുട്ടിമണി ഇവിടെ നിന്ന് മാറ്റണമെന്ന് അവൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നല്ലേ അമ്മേ? അമ്മയോട് പറഞ്ഞിരുന്നല്ലേ? അമ്മേ വേഗം. അല്ല, എന്നാലും അത് വേണ്ട മോനെ. എന്റെ കുഞ്ഞ് എന്റെ അടുത്ത് തന്നെ നിൽക്കട്ടെ. അവളെ കൂടെ കൂട്ടിയ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അവസാന നിമിഷം അമ്മ ഇങ്ങനെ മാറ്റി പറയല്ലേ. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാത്രമല്ല കുട്ടിമണിയെ നീ ഇവിടെ നിർത്തുന്നത് അപകടമാണ്. അവളെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. അയ്യോ, എന്റെ പരുത്തിക്കവലമ്മേ, ഞാൻ എന്തൊക്കെ കേൾക്കുന്നേ? ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റ എന്റെ കുഞ്ഞ് ചെയ്തത്? മനസ്സിനെതിരെ പണ്ട് തമിഴ്നാട്ടിൽ ചില കേസുകൾ ഉണ്ടായിരുന്നു. അത് റീഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാനവനെ കാണാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞിരുന്നു. അതും പ്രശ്നമാകും. നമ്മൾ ഇനി എന്ത് ചെയ്യും മോനെ? എത്രയും വേഗം കുട്ടിമണിയെ എന്റെ കൂടെ വിടണം. അവളുടെ കാര്യങ്ങളൊക്കെ കനകമായി നോക്കിക്കോളൂ. താമസിക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. പോലീസ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. അല്ല, ബാലനെ എന്തോനെയും മോൻ കണ്ടായിരുന്നോ? അവരെന്തു പറഞ്ഞു? ഞാൻ കോടതി പോയില്ലായിരുന്നു. ഒരാൾ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞതാ. അമ്മ വേഗം അകത്തോട്ട് ചെല്ല്. കുട്ടിമണിയെ കൂട്ടിക്കൊണ്ടുവാ. ഇനി നിന്ന് അപകടമാണ്. എന്നാലും മോനെ, സിജന് ജാമ്യം കിട്ടുമെന്നാ ഞാൻ കരുതിയിരുന്നേ. ഞാനും അങ്ങനെ തന്നെയാ കരുതിയിരുന്നേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവങ്ങൾ ചതിച്ചു. കുട്ടിമണിയും കൊണ്ട്
ഇപ്പൊ പോയേ പറ്റൂ. ബാലേട്ടൻ വരുമ്പോ വിവരങ്ങൾ പറഞ്ഞാ മതി. കാത്തുനിന്നാ പോലീസ് ഇങ്ങ് വരും. അമ്മ ചെല്ല്, പെട്ടെന്നാകട്ടെ. അതെ, എന്റെ ഈ ഉടുപ്പൊക്കെ എന്തിനാ ഈ സഞ്ചി വെക്കുന്നേ? നമ്മളെ ഒരു സ്ഥലം വരെ പോവാ. ഒരു ശലോ? ഏത് ശല? അതൊക്കെ പോന്ന വഴിക്ക് പറയാം. പോന്ന വഴിക്കല്ല, ഇപ്പൊ പറയണം. അമ്മേ, ഞങ്ങളെ ഒരു ശലം വരെ പോകുന്നുണ്ട്. അമ്മ വരുന്നുണ്ടാ? അമ്മ വരുന്നില്ല. എന്റെ മോള് പൊയ്ക്കോ. അല്ല, അമ്മക്ക് സങ്കടമാണെങ്കിൽ ഞാൻ പോകുന്നില്ല. ഞാനിരുന്നോളാം ഇവിടെ. അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല. എന്റെ പൊന്നു മോള് പൊയ്ക്കോ. അതെ, പോന്ന വായിച്ചേ എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചേ. എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാം. എന്നാ പിന്നെ 2 ഐക്കിയും കൂടെ ആയിക്കോ. വാങ്ങിച്ചു തരാം. ഒരു ബിരിയാണി 2 ഐക്കിയോ. കുട്ടിമണി, അമ്മായി പറയുന്നതൊക്കെ എന്റെ പൊന്നുമോൾ അനുസരിക്കണം. വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ ഒരു വഴക്കും ഉണ്ടാക്കത്തില്ല. നല്ല കുട്ടിയായിട്ട് പാവം പോലെ ഞാൻ സമയം പോകുന്നു. അതെ, ക്ഷമയും നമ്മുടെ കൂടെ വരുവാനോ? അതെ, അവനോട് അവിടെ നിക്കാൻ പറ. അയ്യോ, എന്നോടാ കളി.